Konnichiwa minasan, welcome back to another video and നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത നീണ്ടൊരു ബ്രേക്കിന് ശേഷം വൺ പീസിൻ്റെ ചാപ്റ്ററായുള്ള 1171 ഈ വരുന്ന വെള്ളിയാഴ്ച റിലീസ് ആകാനായിട്ട് പോകുവാണ്. ആൻഡ് ഈ ചാപ്റ്ററിൻ്റെ കുറച്ചധികം ബ്രീഫായുള്ള സ്പോയിലേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആ സ്പോയിലേഴ്സ് എന്തൊക്കെയാണെന്നായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ ഈ പേജ് ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പിന്നെ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് മിസ്സാകാതിരിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. ഒത്തിരിയധികം പോയിന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ കൂടി നമ്മൾ അവസാനം നമ്മുടെ പ്രസന്റിലേക്ക് തിരിച്ച് എത്തിയിട്ടുണ്ട്. ആൻഡ് അത് മാത്രമല്ല, ഒരു സാഡ് ന്യൂസ് കൂടെ ഉണ്ട്. അതായത് നെക്സ്റ്റ് വീക്ക് വീണ്ടും ബ്രേക്ക് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്ത് പറയാനാണെന്ന് നോക്കണേ, ഇത്ര നാൾ കാത്തിരുന്നത് എന്തിനാണെന്ന് ഈ ഒരു ചാപ്റ്ററിന് വേണ്ടിയാണ് അടുത്ത വീക്ക് ബ്രേക്ക് ആകാനായിട്ട്. അല്ലെങ്കിലും പറഞ്ഞ കാര്യമില്ല, വൺ പീസിൻ്റെ അവസ്ഥ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. സോ നമുക്ക് നേരെ എന്തെങ്കിലും വീട്ടിലേക്ക് കിടക്കാം. അങ്ങനെ കവർ പേജിൻ്റെ അകത്ത് സോറോനാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് സോറോയുടെ തലയിലട്ടെ ചെറിയൊരു പൂച്ചക്കുട്ടിയുണ്ട്. ആൻഡ് ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ഇമോ ഉണ്ടല്ല, പുള്ളിക്കാരൻ ആദ്യം തന്നെ ഒരു ബ്ലാക്ക് ലാഷ് നേരിടുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഹാർലിനെ ലോസ് ചെയ്തുകൊണ്ട്. ആൻഡ് അത് മാത്രമല്ല, മറ്റൊരു ഗോഡ്സ് നൈറ്റിനെ എൽബഫിലേക്ക് അയക്കാനായിട്ട് ഇമോ റിഫ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവ നന്നായിട്ട് തന്നെ ചുമക്കുന്നു. അതേപോലെ ഷോക്ക്ഡുമാണ് ഈ ഹാറിൽ മരിച്ചതുകൊണ്ട്. കാര്യം അവൻ ഒരിക്കലും ആലോചിച്ചില്ലായിരുന്നു ഹാറിൽ മരണപ്പെടുവെന്ന്. ആൻഡ് ഗൊറോസയാണ് അടുത്തൊരു ഹോളിനെ എന്നെ അവിടേക്ക് അയക്കാനായിട്ട് നോക്കുന്നെങ്കിലും ഇമോ അതിനെ സമ്മതിക്കുന്നില്ല. കാര്യം ഇമോന് ചെറിയൊരു പേടിയുണ്ട്. കാര്യം ഓരോ ഹോളിനായിട്ട് മരിക്കാൻ നേരത്ത് അതിൻ്റേതായൊരു പ്രൈസ് അവിടെ കൊടുക്കാനുണ്ട്. അതേപോലെ തന്നെ ഇമോ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, എൽബഫ് ഒരിക്കലും വേൾഡ് ഗവൺമെൻറ്റായിട്ട് അഫിലിയേറ്റ് ചെയ്യുന്നതല്ല. കാര്യം അവർക്ക് ഡിയുമായിട്ട് ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ്. പിന്നെയാണ് നമ്മൾ നമ്മുടെ പ്രസന്റിലേക്ക് തിരിച്ചു വരുന്നത്. ഹജുറുദ്ദീനായിട്ട് ലോക്കിയുടെ കഥ മുഴുവൻ കേട്ടിട്ട് പുള്ളിക്കാരൻ ലോക്കിയുടെ നേരെ അപ്പോളജൈസ് ചെയ്യും. അതേപോലെ തന്നെ അവനെ വെറുതെ വിടുന്നുകൊണ്ട്. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയൊരു സ്കെൽട്ടൻ മോൺസ്റ്റർ മുകളിൽ നിന്ന് അണ്ടർവേൾഡിലേക്ക് വന്ന് വീണത്. ഈ സമയത്ത് തന്നെ ലോക്കി പറയുന്നുണ്ട് അവന് പറക്കാൻ സാധിക്കുന്നതാണ്. സോ ബാക്കിയുള്ളവരെല്ലാവരും മുകളിലേക്ക് പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തോളൂ. തൽക്കാലം ആ താഴെ വീണ മോൺസ്റ്ററിനെ ലോക്കി നോക്കിക്കോളാന്ന്. ഇതൊക്കെ കാലത്ത് ലൂഫിക്കും ശരിക്കും ഇഷ്ടപ്പെടും. ലൂഫിയും ലോക്കി ഫൈറ്റ് ചെയ്യുന്ന കാണാൻ വേണ്ടി അവിടെ നിൽക്കും. ആൻഡ് ലോക്കിയായിട്ട് പുള്ളിക്കാരൻ്റെ ഒരു കിഡിലൻ അറ്റാക്ക് റാഗ്നർ യൂസ് ചെയ്ത് ഒരു അറ്റാക്ക് ചെയ്യുകയും ആ ഒരു മോൺസ്റ്റർ കംപ്ലീറ്റ്ലി ഫ്രീസ് ആയി പോവുകയും ചെയ്യും. ആൻഡ് ലോക്കിയുടെ ഈ ഒരു പവർ കാണാനത്ത് നമ്മുടെ ലൂഫി ശരിക്കും ഇംപ്രസ്ഡ് ആയിട്ടുണ്ട്. ആൻഡ് ഇത്രയും മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടിയ ബ്രീഫ് ആയിട്ടുള്ള സ്പോയിലേഴ്സ്. അധികമൊന്നും പോയിന്റ്സ് ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ ഇത്രയും മാത്രമേ നമുക്ക് നിലവിൽ കിട്ടിയിട്ടുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വരുന്ന വെള്ളിയാഴ്ച തന്നെ നമ്മൾ അടുത്ത ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്ത ചൊവ്വാഴ്ച നമ്മൾ അടുത്ത സ്പോയിലേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ഇതൊന്നും മിസ്സാക്കാൻ പാടില്ല.